നിക്ക. നീ ഞങ്ങളെ ചതിച്ചു. ഇനി നീ ഈ വീട്ടിൽ വേണ്ട. നിന്റെ മോളെ കൊണ്ട് ഇപ്പൊ എവിടെ നിന്ന് ഇറങ്ങിക്കോണം. സുസ്മിതേ, എന്റെ മോള് വെള്ളം പോലും കുടിക്കാനാവാതെ തളർന്നിരിക്കുക. എനിക്ക് എന്റെ മോൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കണം. പിന്നെ നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ കേൾക്കാം. വാ മോളെ. ഡേ, എങ്ങോട്ടാ? കേൾക്കേണ്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞൊന്നും നീ കേട്ടില്ലല്ലോ. ഇനി നീ ഞങ്ങൾ പറയുന്ന ഒന്നും കേക്കണ്ട. പക്ഷേ ഈ വീട് വിട്ട് ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. ഈ രാത്രിയിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എവിടെ പോവാനാ? അതൊന്നും എനിക്കറിയണ്ട. നീ സഹായിച്ച ഒരുപാട് പേരില്ലേ, അവരെയൊക്കെ നിനക്ക് സഹായത്തിന് വിളിക്കാമല്ലോ. രോഹിത്തെ, എന്നെ ഈ സമയത്ത് ഇറക്കി വിടരുത്. ഒന്ന് നേരം എടുത്തോട്ടെ, എന്നിട്ട് ഞാൻ എവിടേക്കെങ്കിലും പൊയ്ക്കോളാം. സുസ്മിത പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരുമായിരുന്നോ? നീ നിന്റെ തന്നിഷ്ടം കാണിച്ചു, അതിന് നീ അനുഭവിക്കുക തന്നെ വേണം. രോഹിത്തെ, ഇറങ്ങടി വെളിയില്. ഇറങ്ങാനാ പറഞ്ഞ. ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങിക്കോണം. എനിക്കിത്തിരി വെള്ളം വേണോ അമ്മ? ഓ, അവളുടെ വെള്ളം. നീ വാടി ഇങ്ങോട്ട്. നിന്നോടല്ലേ പറഞ്ഞേ ഇറങ്ങടി വെളിയില്. നിന്നോട് നടക്കാനല്ലേ പറഞ്ഞേ. അയ്യോ അമ്മ. സുസ്മിതയെ ചതിച്ചിട്ട് സുസ്മിതയുടെ ചെലവിൽ ഇവിടെ ഉണ്ടു ഉറങ്ങിയും കഴിയാന്ന് നീ കരുതിയല്ലേ? ഇത് ഞാൻ തീരുമാനിച്ചിട്ട് തന്നെയാ വന്നത്. എന്റെ ചെലവിൽ കഴിഞ്ഞിട്ട് എനിക്കിട്ട് പാര വെക്കുന്നവളെയൊന്നും എന്റെ കുടുംബത്തെ ഞാൻ പൊറുപ്പിക്കില്ല. ഭാര്യയും കൊച്ചിനെയും പുറത്താക്കിയാൽ നിനക്ക് സങ്കടം വല്ലതും ഉണ്ടോ? ആരുടെ ഭാര്യ ആരുടെ കൊച്ച്? രോഹിത്തെ, ഡീ, കേട്ടല്ലോ, ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോകരുത്. അനൂപേ, ഇങ്ങോട്ടിപ്പോ ആരാ വരാൻ പറഞ്ഞേ? ആ നസീർക്ക് എങ്ങനെ കണ്ടോണ്ട് വന്നാ? ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്ത? അത് പിന്നെ അനൂപ് ഇപ്പൊ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇല്ല, മറുപടി കിട്ടിയിട്ടേ ഞാൻ പോവൂ. എനിക്കറിയണം നിന്റെ തീരുമാനം എന്താന്ന്. എനിക്ക് അനൂപിനെ ഇഷ്ടമാണ്, നിക്കാഹ് കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ ബാപ്പച്ചയെ എതിർത്തുകൊണ്ട്, ബാപ്പച്ചയെ സങ്കടപ്പെടുത്തിക്കൊണ്ട് എന്റെ ഒരു ആഗ്രഹവും എനിക്ക് സാധിക്കണ്ട. നമ്മുടെ സ്നേഹത്തിന് താൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? ഇല്ലെന്നാര് പറഞ്ഞു? എന്റെ മനസ്സിൽ അനൂപ് എന്നും ഉണ്ടാവും. ആ സ്ഥാനത്ത് ഈ ജന്മം മറ്റൊരാൾ കടന്നു വരില്ല. എന്നെ വേറെ ആർക്കും സ്വന്താക്കാനും കഴിയില്ല. അനൂപിന്റെ പെണ്ണായിട്ട് തന്നെ ഞാൻ ഈ ജീവിതം ഇവിടെ ജീവിച്ചു തീർക്കും. അനൂപ് ഇപ്പൊ പോ. അത് സ്വയം ജീവിതം ഇല്ലാതാക്കുന്നതിന് തുല്യമല്ലേ? എനിക്ക് എന്റെ ജീവിതത്തെക്കാളും വലുത് ബാപ്പച്ചിയുടെ അഭിമാനോ. ഒരാൾക്ക് മുന്നിലും എന്റെ ബാപ്പച്ചി തല കുനിക്കാൻ പാടില്ല. എന്റെ പേര് പറഞ്ഞ് അപമാനിക്കപ്പെടാനും പാടില്ല. നൂറേ, നിന്നോട് തർക്കിക്കാൻ എനിക്കാവില്ല. പക്ഷേ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്, എത്ര കാലം വേണമെങ്കിലും. കാരണം എനിക്ക് തന്നെ വേണം. ദേവി ഇതെന്നെ മനസ്സിലാക്കണം. എന്റെ ബാപ്പച്ചിയെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ വീട് വിട്ട് ഇറങ്ങി വരില്ല. മറ്റൊരു വിവാഹം വന്നാ അതെന്റെ മയ്യത്തിൽ അവസാനിക്കും.
പുതിയ ഓട്ടോയിൽ എങ്ങോട്ടാ യാത്ര? യാത്ര ഒരു കുടുംബശ്രീ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടോ? നീ കണ്ടിട്ടില്ല? ഉം. നമുക്ക് നമ്മുടെ ഈ ഓട്ടോശ്രീയെ കുടുംബശ്രീ ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് പൂജിച്ചിട്ട് വരാം. നീ കയറ്. പോടാ. പോവാശാനെ.